ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഫ്ലവർ പോട്ടാണ്. ഇതുണ്ടാക്കിയെടുക്കാനും നല്ല ഈസിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ക്യാരറ്റ്, ക്യാബേജ്, കക്കിരി, വലിയ ഉള്ളി ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും വേണം ഇതിലേക്ക്. അതിന് വേണ്ടിയിട്ട് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് പൊരിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് കോഴിമുട്ടയും ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സിയിൽ അടിച്ച് മയോണൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഈ കൂട്ടിൽ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനുള്ള മൈദ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് മൈദ കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തതാണ്. ഇതിന് ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇതിനി ഒരു ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൗളിൻ്റെയോ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിൽ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കിക്കോളും. ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്ത് ഫ്ലവർ പോട്ടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.